പാലക്കാട് മണ്ണാർക്കാട് കേരള പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഗോഡൌണിൽ നിർവീര്യമാക്കാതെ സൂക്ഷിച്ചിരുന്ന എൻഡോസൾഫാൻ കീടനാശിനി ചെറിയ വീപ്പകളിലേക്ക് മാറ്റി. ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ ഇടപെടലിനെ തുടർന്ന് കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നേതൃത്വത്തിലാണ് നടപടി. ബാരലുകളിൽ നിന്നും എൻഡോസൾഫാൻ പുറത്തേക്ക് ഒഴുകുന്നതും ഇതിന്റെ ഗന്ധം പ്രദേശത്ത് പരക്കുന്നതുമായ വാർത്ത നേരത്തെ ജനം TV റിപ്പോർട്ട് ചെയ്തിരുന്നു. ഒരു പതിറ്റാണ്ടിലേറെ കാലമായി അധികൃതരുടെ അനാസ്ഥ മൂലം പാലക്കാട് മണ്ണാർക്കാട് തത്തേങ്ങലത്തെ പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ ഗോഡൌണിൽ നിർവീര്യമാക്കാതെ സൂക്ഷിച്ചിരുന്ന എൻഡോസൾഫാൻ ശേഖരം ഒടുവിൽ മാറ്റുന്നതിനായുള്ള നടപടികൾ ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നേതൃത്വത്തിൽ പഴയ ബാരലുകളിൽ നിന്നും എൻഡോസൾഫാൻ പുതിയ ബാരലുകളിലേക്ക് മാറ്റി. അതീവ രഹസ്യമായാണ് പുതിയ വീപ്പകളിലേക്ക് മാറ്റുന്ന പ്രക്രിയ പൂർത്തിയാക്കിയത്. വലിയ ബാരലാണ് മാറ്റിയിരിക്കുന്നത്. ഞാൻ ഒരു ബാരലിലേക്കാണ് മാറ്റിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം അതിൻ്റെ ഉള്ളിലുള്ള വേസ്റ്റും എല്ലാം ഡ്രമ്മുകളിലാക്കി അടച്ച് സീൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. 10 ഡ്രമ്മുകൾ അതിൻ്റെ ഉള്ളിലുണ്ട്. അത് ഇതേപോലെ ഇതിൻ്റെ മുന്നിലുള്ള വേസ്റ്റും ഇതൊക്കെ മാറ്റിയതായിരിക്കും തോന്നുന്നു. ഞങ്ങൾ ഉപയോഗിച്ച എല്ലാ സാധനങ്ങളും അന്ന് ഉപയോഗിച്ച എല്ലാ സാധനങ്ങളും ഡ്രമ്മുകളിലാക്കി സീൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ എൻഡോസൾഫാൻ എന്ന ഈ കീടനാശിനി ഇവിടെ വർഷങ്ങളായി അതിൻ്റെ സമരത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നിന്നായിരുന്ന ഒരു ആളെന്ന നിലയിൽ ഇവിടെ മിനിഞ്ഞാന്ന് വെള്ളിയാഴ്ച ദിവസം ബാരലിൽ നിന്ന് മാറ്റപ്പെടുകയുണ്ടായിട്ടുണ്ടെന്നാണ് കേട്ടത്. ഇവിടെ തൊഴിലാളികളെ PP കിറ്റും എല്ലാം ഉപയോഗിച്ച് അതിൻ്റെ തഹസിൽദാരും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാവരും വന്ന് മാറ്റി എന്നുള്ളൊരു വിവരം കിട്ടി. ഈ മാറ്റിയ സ്ഥിതിക്ക് ഇനി ഇത് ഇവിടെ വൈകിക്കാൻ നിൽക്കാതെ എത്രയും പെട്ടെന്ന് ഈ എൻഡോസൾഫാൻ എന്ന ഈ മാരകമായ കീടനാശിനി ഇവിടുന്ന് കൊണ്ടുപോകും എന്നാണ് ഇപ്പോൾ ഒരു വിവരം കിട്ടിയത്. 1 മാസത്തിനുള്ളിൽ കൊണ്ടുപോകുമെന്നാണ് പറയുന്നത്. കാസർഗോഡ് ഉൾപ്പെടെയുള്ള എസ്റ്റേറ്റുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന എൻഡോസൾഫാൻ ചെറിയ ബാരലുകളിലേക്ക് മാറ്റുന്ന നടപടി തിങ്കളാഴ്ചയാണ് ആരംഭിച്ചത്. എന്നാൽ മണ്ണാർക്കാട്ടേത് ഇതിന് മുൻപ് തന്നെ മാറ്റുകയായിരുന്നു. നിർവീര്യമാക്കാൻ കൊണ്ടുപോകുന്നതിന് മുന്നോടിയായാണ് ചെറിയ വീപ്പകളിലേക്ക് മാറ്റുന്നതെന്നാണ് PCK നൽകുന്ന വിശദീകരണം. മണ്ണാർക്കാട് എസ്റ്റേറ്റിൽ 450 ലിറ്റർ എൻഡോസൾഫാൻ ശേഖരമാണ് ഉള്ളത്. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ്, കേന്ദ്ര ഇൻസെക്ടിസൈഡ്സ് ബോർഡ് ഉദ്യോഗസ്ഥരുമാണ് നടപടികൾക്ക് നേതൃത്വം നൽകുന്നത്. 2000-ലാണ് സംസ്ഥാനത്ത് എൻഡോസൾഫാൻ നിരോധിച്ചത്. തുടർന്ന് ബാക്കി വന്ന കീടനാശിനി ജില്ലാ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിൽ ബാരലുകളിലേക്ക് മാറ്റുകയായിരുന്നു. എന്നാൽ ഇത് അപകടകരമായ സ്ഥിതിയിലാണെന്ന് ജനം TV ഉൾപ്പെടെ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടും 2022-ലും 2023-ലുമായി 2 തവണ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടിട്ടും കീടനാശിനി നീക്കാൻ നടപടി സ്വീകരിച്ചിരുന്നില്ല. തുടർന്ന് ദേശീയ ഹരിത ട്രൈബ്യൂണലിൻ്റെ ഇടപെടലോടെയാണ് ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. അതേസമയം പ്രദേശത്തെ ദുരിതബാധിതരോടുള്ള സർക്കാരിൻ്റെ അവഗണന തുടരുകയാണ്. ജനം, പാലക്കാട്.